വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസ് ട്രീ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ സ്കോട്ട്ലാൻഡിൽ എത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ നൈബേഴ്സൊക്കെ ക്രിസ്മസ് ട്രീ നല്ല ഭംഗിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ കാണാം. ഇതിലൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും അതൊരു ക്രിസ്മസ് വൈബാണ്. അപ്പോൾ കുട്ടികളും അതെ ക്രിസ്മസ് ട്രീ വാങ്ങിക്കാണ്ട് സമ്മതിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീ. നമ്മുടെ പഴയ ട്രഡീഷണൽ മോഡൽ തന്നെയാണ്. ഇപ്പോൾ കുറേ മോഡൽസ് ഉണ്ട്, സ്നോ ഒക്കെ ആയിട്ടുള്ളത് അല്ലെങ്കിൽ വൈറ്റ് കളറിലൊക്കെ ഉള്ളത്. എനിക്കെപ്പോഴും ഗ്രീനിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഇഷ്ടം. അതാണ് ഗ്രീൻ എടുത്തത് കേട്ടോ. പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഞാൻ ഷീനിൽ നിന്നാണ് കേട്ടോ ഓൺലൈനായിട്ട് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കാമെന്നു, അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേർക്കും ഇത് എന്തൊക്കെയാണ് വാങ്ങിച്ചിരിക്കണേന്ന് അറിയാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ 2 പേരും കൂടെ പൊട്ടിച്ചതൊക്കെ നോക്കുകയാണ്. ഞാൻ പറഞ്ഞ ഐറ്റം ഉണ്ടായിരുന്നു. ഏകദേശം ഞാൻ വിചാരിച്ച പോലെ തന്നെ കിട്ടി. നമുക്കറിയില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ വാങ്ങുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ വിചാരിച്ച പോലെ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമുക്കിവിടെ അടുത്ത് തന്നെ കുറേ ഷോപ്പുകളുണ്ട്, ഡൊണേഷൻ സെൻറ്ററുകളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വളരെയധികം റേറ്റ് കുറവിലായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. ചിലത് യൂസ്ഡ് ഐറ്റംസ് ആയിരിക്കും, പക്ഷേ പുതിയതുപോലെ ഉണ്ടാവും. ചിലത് ഒട്ടും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, നമുക്ക് വാങ്ങിക്കാം. അതൊക്കെ ഒരു ലക്ക് പോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ടോയ്സൊക്കെ വാങ്ങിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു തീമല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിക്കാഞ്ഞത്. ഭയങ്കര നമ്മളിപ്പോൾ ഷീനിൽ നിന്ന് വാങ്ങിക്കുന്നതിനേലും ഭയങ്കര റേറ്റ് കുറവിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഇതൊരു റിബണാണ് കേട്ടോ. ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കും. നമുക്ക് ബൗ പോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ട്രീനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വെക്കാം. പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ ശരിക്കും ഇരിക്കുന്നുണ്ടായില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. പിന്നെ ഫ്ലവേഴ്സ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി എവിടെയൊക്കെ വേണമെന്ന് വെച്ചാൽ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കറക്റ്റ് ഫിറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഫ്ലവറിൻ്റെ പെറ്റൽസിലാണ് കേട്ടോ ഞാൻ ഈ ട്രീയിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത്. അതവിടെ അങ്ങനെ ഇരുന്നോളും, കുഴപ്പമുണ്ടായിരുന്നില്ല. വേറെ ഗ്ലൂവോ വേറെ എന്തെങ്കിലും ടേപ്പോ ഒന്നും ഒട്ടിക്കേണ്ടി വന്നില്ല. പിന്നെ ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ കിട്ടിയത്. ഞാൻ വേറൊരു ടൈപ്പാണ് വിചാരിച്ചത്. കുറച്ചുകൂടി വലുപ്പമുണ്ടാവുമെന്ന് വിചാരിച്ചു. പിന്നെ സാരമില്ല, നമ്മൾ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഈ ഹാങ്ങിങ്സൊക്കെ കറക്റ്റ് ഞാൻ വിചാരിച്ചത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ പിന്നെ കുറച്ച് ഗ്ലിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. ഗ്ലിറ്റേഴ്സ് വന്നപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്. ഇപ്പോൾ ഇതെൻ്റെ മോനെടുത്ത് അതൊക്കെ കൂടെ നിലത്തിട്ടു. അപ്പോൾ അതാണ് കണ്ടത് കേട്ടോ. ഹെൽപ്പിന് വരുന്നതാണ്, പക്ഷേ നമുക്ക് ഹെൽപ്പിന് ഇരട്ടി പണിയാണ് തരിക. അപ്പോൾ അതൊക്കെ അവിടെ പോയതുകൊണ്ട് തന്നെ അവനാകെ ഒരു ഗിൽറ്റി ഫീൽ വന്നു. അപ്പോൾ ഞാനത് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനോടുകൂടി ഒന്ന് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ 2 പേരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു വെച്ച് തരാനായിട്ട്. മൂത്താൾക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അവനാണ് ശരിക്ക് ട്രീ ഡെക്കറേഷൻ ചെയ്യണം, കുറേ സാധനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പാർക്കിൽ പോകുന്നതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇവർ എപ്പോഴും സ്കൂൾ വിട്ട് വന്നിട്ടായാലും ഫുള്ള് വീട്ടിൽ തന്നെ ഇരിക്കുക. ഭയങ്കര ബോറിംഗ് ആണ് വീട്ടിൽ ഫുൾ ടൈം ഇരിക്കുന്നത്. കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കും, TV കാണും എന്നുണ്ടെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണികൾ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഫ്ലവറും ബോൾസൊക്കെ ഇട്ട് കഴിഞ്ഞു. ഞാൻ കൂടുതലും ഗോൾഡൻ കളറാണ് എടുത്തത് കേട്ടോ. ഒരു ഗോൾഡൻ തീമിലുള്ള ട്രീയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ ഇടയ്ക്ക് കുറച്ച് എവിടെയെങ്കിലും ഒരു റെഡ് കളറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാൻഡി വാങ്ങിയത്. ക്യാൻഡി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, ഞാൻ വിചാരിച്ചതിന് സൂപ്പറായിട്ട് കിട്ടി. പിന്നെ റെഡ് റിബൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ബൗ പോലെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഞാൻ വിചാരിച്ച അത്ര ഉണ്ടായിരുന്നില്ല, ക്വാണ്ടിറ്റി കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 4 ബോ മാത്രമേ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. ഒരു 10 എണ്ണെങ്കിലൊക്കെ ഇടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വാങ്ങിയപ്പോൾ എത്ര മീറ്റർ ഉണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പറ്റിപ്പോയത്. അപ്പോൾ ഏകദേശം ഒരു 4 എണ്ണമൊക്കെ റെഡിയാക്കി ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ട്രീ സെറ്റായിട്ടോ. അതിന് ശേഷം ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. ലൈറ്റ് ഉണ്ട്, പിന്നെ അതിലൊരു റിബൺ പോലെ വെച്ചിട്ടുണ്ട്, അതിലും ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്ററി എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല, അതാണ് കേട്ടോ അതിട്ടിട്ടില്ല. പിന്നെ സ്റ്റാറിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് പറയണം. പിന്നെ നമ്മുടെ കയ്യിൽ ക്യൂട്ടായിട്ടുള്ളൊരു സാൻഡ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെവിടെ വെക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. പിന്നെ സെൻറ്ററിൽ തന്നെ വെക്കാം, അപ്പോൾ ശരിക്കും കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മുകളിൽ വയ്ക്കുന്ന സ്റ്റാർ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നു കേട്ടോ. എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ട്.
ഞാൻ വിചാരിച്ച പോലെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, എന്നാലും എന്തൊക്കെയോ മിസ്സിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ കേട്ടോ, എന്താ ഇനി ആഡ് ചെയ്യാനുള്ളത്, എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. നമുക്കിനിയും സമയമുണ്ടല്ലോ ക്രിസ്മസിന്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ റിബൺ. ഇതിൽ ലൈറ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ബാറ്ററി ഇല്ല. ബാറ്ററി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോഴേക്കും അതൊക്കെ സെറ്റാക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.